ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 13ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ, ശതമാനം അല്ലെങ്കിൽ %. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചാപ്റ്ററിൻ്റെ ഒരു 5 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ശതമാനം എന്ന് പറയുന്ന പാഠം ചില ക്ലാസ്സിൽ ടീച്ചർ എടുത്തു, അപ്പോൾ അതൊന്ന് എടുത്ത് തരണമെന്ന് കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടു കുഞ്ഞുങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചാണ്. എന്താണ് ശതമാനം അല്ലെങ്കിൽ %? എന്താ കുഞ്ഞുങ്ങളെ? % ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് പെർസെൻറ്റം. പെർസെൻറ്റം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് വാക്കിൽ നിന്നുമാണ് പെർസെൻറ്റ് എന്ന പദമുണ്ടായത്. പെർസെൻറ്റം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് എന്തുണ്ടാവും ഞങ്ങൾ പെർസെൻറ്റ് എന്ന പദം ഉണ്ടായത്. എന്താണ് ഈ പെർസെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ 100 എന്നാണ്. എന്താവും നിങ്ങളെ പെർ 100. പെർസെൻറ്റ് റെപ്രസെൻറ്റ്, ഈ പെർസെൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ പെർസെൻറ്റേജ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ നോക്കണേ നിങ്ങൾ ഒരു വരയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു 0 ഇട്ട് കൊടുത്താൽ കേട്ടോ. പെർസെൻറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സിമ്പലാണ്. പെർസെൻറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പൽ കണ്ടോ, ഈ സിമ്പലാണ് ഇട്ട് കൊടുക്കുന്നത്. പെർസെൻറ്റേജ് ആർ ന്യൂമറേറ്റർ ഓഫ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റർ 100. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇംഗ്ലീഷിലാണ് ഇത് തന്നതെന്ന് വിചാരിച്ച് മലയാളംകാർ പേടിക്കണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ. പരീക്ഷയ്ക്ക് എന്തായാലും ഇത് നിങ്ങളോട് ചോദിക്കത്തില്ല, പക്ഷെ എന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പെർസെൻറ്റേജ് ആർ ന്യൂമറേറ്റർ ഓഫ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റർ 100 എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മളിപ്പം ഫ്രാക്ഷനിലാണെങ്കിൽ നമ്മളിപ്പം 2/5 എന്ന് എഴുതിയാൽ മനസ്സിലായോ? 2/5 എന്ന് എഴുതിയാൽ ഇതിന് എന്താ നിങ്ങൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും എന്ത് വരണം? 100 വരണം. എന്താണ്? ഡിനോമിനേറ്റർ 100 വരണം. അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഇത്രയും നിങ്ങളായിട്ടില്ല, കാരണം ഇതിനെ 100 മാറ്റി ചെയ്യാൻ നിങ്ങൾക്കത് പഠിക്കാനില്ല. വെറുതെ ഞാൻ അത്രയും സമയം കളയുന്നില്ല. 100 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം ഡിനോമിനേറ്റർ 100 വരും. നിങ്ങളിപ്പോൾ തൽക്കാലം എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? അതായത് ഇപ്പം നമ്മളൊരു ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ ഇപ്പം 3/100 കണ്ടോ, അതായത് ഡിനോമിനേറ്റർ 100 ആവണം. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ന്യൂമറേറ്റർ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയാമല്ലോ അല്ലേ? വരയ്ക്ക് മുകളിൽ തരുന്ന ഫ്രാക്ഷനിൽ വരയ്ക്ക് മുകളിൽ തരുന്നത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം. മലയാളംകാർക്ക് എന്താ നിങ്ങളെ അംശമെന്നും വരയ്ക്ക് താഴെ തരുന്നത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്നുമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളെ. ഓക്കെ ആണോ? എന്താണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ വരയ്ക്ക് മുകളിൽ ഫ്രാക്ഷൻ അറിയാമല്ലോ. ഇപ്പോൾ 3/2 5/6 എന്നൊക്കെ എഴുതത്തില്ലേ? അപ്പോൾ ആ വരയ്ക്ക് മുകളിലുള്ളത് ന്യൂമറേറ്റർ അംശം എന്നും വരയ്ക്ക് താഴെ ഉള്ളത് ഡിനോമിനേറ്റർ ഛേദം എന്നുമാണ്. അത് നമുക്കറിയാം അല്ലേ? എന്നാലും ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഡിനോമിനേറ്റർ എത്ര വരണം? 100 വരണം. അതായത് നമുക്കിപ്പോൾ 1% നമ്മൾ 1 ഇങ്ങനെ നോക്കണേ നിങ്ങളൊരു എക്സാമ്പിൾ. 1%ൻ്റെ സൈൻ എന്താണെന്ന് അറിയണേ. ഇതാണ് പെർസെൻറ്റേജിൻ്റെ സൈൻ. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 1/100 താഴെ എത്ര വരണം? 100 വരണം. 1/100. അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ എഴുതും? 5/100. ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായോ നിങ്ങളെ? ഇപ്പോൾ മനസ്സിലായോ? അതായത് എന്താ? ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം? 100 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ 8%. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ എഴുതും? 8/100. ഓക്കെ ആണോ നിങ്ങളെ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അന്നേരം നിങ്ങളോട് ചോദിക്കും ഇതിനെ ഡെസിമൽ ഫോമിലോട്ടൊന്ന് മാറ്റാൻ, ഫ്രാക്ഷനെ ഡെസിമലാക്കാൻ അല്ലേ? ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലോട്ട് മാറ്റാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ് അല്ലേ? എങ്ങനെയാവും നിങ്ങളെ? നോക്കിക്കേ, 1/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ തരുന്ന സംഖ്യ ഏതാണോ അത് ഫസ്റ്റിൽ എഴുതുക. പിന്നെ എത്ര 0 ഉണ്ട്? 2 0 അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി വേണം കുത്തിടാൻ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാവും നിങ്ങളെ ഡെസിമൽ ഫോം കേട്ടോ. എന്തിനാണ് ഇവിടെ ഡെസിമൽ ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റിൽ അത് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിക്കേ, 5% അല്ലെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% മലയാളംകാർക്ക് ശതമാനം അല്ലെങ്കിൽ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 5/100 എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കേ, 5/100 എന്നുള്ളതിനെ നമ്മൾ ഡെസിമൽ ഫോം അല്ലെങ്കിൽ ദശാംശ രൂപത്തിൽ നിങ്ങളെ ദശാംശ രൂപം
ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ എന്ത് പറയും, ഡെസിമൽ ഫോമിൽ ഇതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മുകളിൽ തരുന്ന ഈ മുകളിൽ താഴെ എന്ന് പറയുന്നത് തെറ്റാ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് തന്നെ വേണം. നിങ്ങളെ ഞാൻ അറിയാൻ വേണ്ടിയാണ് എപ്പോഴും മുകളിൽ എന്ന് പറഞ്ഞത് കേട്ടോ. എപ്പോഴും വരയ്ക്ക് മുകളിലുള്ളത് ന്യൂമറേറ്ററും വരയ്ക്ക് താഴെയുള്ളത് ഡിനോമിനേറ്ററുമാണ്. അപ്പം നമ്മൾ ഇതിനെ എന്തെഴുതും? ന്യൂമറേറ്ററിനെ അതുപോലെ അങ്ങ് എഴുതുക. ന്യൂമറേറ്റർ എന്താണോ തന്നത് അത് അതുപോലെ അങ്ങ് എഴുതുക. താഴെ എത്ര പൂജ്യം ഉണ്ടോ നിങ്ങളെ? 2 പൂജ്യമുണ്ട്. അപ്പോൾ 2 സ്ഥാനം മാറ്റും. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ ഇല്ലേ? അപ്പോൾ 2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 എണ്ണമായില്ലേ? മനസ്സിലായോ? ഇവിടെ 5 അപ്പോൾ നമ്മൾ 5നെ മുകളിൽ എന്താണോ തരുന്നത്, ഇനി 5 എന്നല്ല ഏതോ ആയിക്കോട്ടെ, മുകളിൽ എന്താണോ തരുന്നത് അത് അതുപോലെ അങ്ങ് എഴുതുക കേട്ടോ കുഞ്ഞുങ്ങളെ. എന്നിട്ട് താഴെ 2 പൂജ്യമാണ്. താഴെ എന്താ കുഞ്ഞുങ്ങളെ? പെർസെൻറ്റേജ് ആകുമ്പോൾ 2 പൂജ്യം വരും. അപ്പോൾ ആ 2 പൂജ്യം ആകുമ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റണം. പക്ഷേ നമുക്കിവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. നമ്മൾ ഒന്നുകൂടെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 2 സ്ഥാനമായി. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കണേ, ഒരു ആൻസർ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിന്റിൽ തുടങ്ങത്തില്ല. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? ഒരു പൂജ്യവും കൂടെ അങ്ങിട്ട് കൊടുത്തേക്കണം കേട്ടോ. അതെപ്പോഴും ഓർത്തണം. നമ്മളൊരു ആൻസർ പോയിന്റ് എന്നും പറഞ്ഞ് തുടങ്ങത്തില്ല. അവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തരാം കേട്ടോ. ഒരു ചിലവും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. കണ്ടോ? മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമോ? ഞാൻ ഒരെണ്ണം കൂടെ പറയാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, മുകളിൽ തരുന്ന അതായത് ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക. താഴെ 2 പൂജ്യമുണ്ട്. 2 സ്ഥാനം ലെഫ്റ്റിലോട്ട്. ഇവിടെ 1 ഉള്ളൂ. 2 ആക്കാൻ വേണ്ടി നമ്മൾ ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 2 സ്ഥാനമായി. എന്നിട്ട് വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. പക്ഷേ പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടങ്ങത്തില്ല. അപ്പം നമ്മൾ ഒരു പൂജ്യവും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഇത് ഏകദേശം മനസ്സിലായി കാണാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണാം. 1% എന്ന് പറയുന്നത് 1/100 ആണ്. 5% എന്ന് പറഞ്ഞാൽ 5. ഈ ശതമാനം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ഇടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 100 എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പെർ 100 കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? 5% എന്ന് വെച്ചാൽ 5/100. ഇതിനെ നമ്മളുടെ ദശാംശ രൂപത്തിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഈ ഡിനോമിനേറ്റർ അതായത് ഈ താഴെ വരുന്നത് 10, 100, 1000, 10,000 ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ദശാംശ രൂപത്തിലോട്ട് അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലോട്ട് മാറ്റി ചെയ്യുന്നതാവും നിങ്ങളെ നല്ലത് കേട്ടോ, അറിയാവുന്നവർക്ക് കേട്ടോ. അപ്പം എന്താ 5/100 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ തന്നെ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക. താഴെ 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക കേട്ടോ. താഴെ നമുക്ക് എപ്പോഴും ഒന്ന് ഓർത്താൽ മതി, പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററിൽ 2 പൂജ്യമേ വരത്തുള്ളൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വലിയ വലിയ കണക്ക് വരുമ്പോൾ എന്താണ് വേറെ മാറും. പക്ഷെ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താ നിങ്ങളെ? എന്താ 100ൻ്റെ ആണ്. ഇനി ബൈ വല്ലതും വന്നാൽ ഞാൻ എല്ലാം ഉറപ്പിച്ച് പറയുമല്ല, വേറെ വല്ലതും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരും. പക്ഷേ ഇവിടെ നമുക്ക് പൊതുവേ ശതമാനത്തിന് എന്താ 100 വെച്ചാൽ ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളെന്താ 2 പൂജ്യമുണ്ട്. 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് ഫ്രാക്ഷനെ ഡെസിമലാക്കാൻ പഠിച്ചില്ലേ ഇല്ലേ? പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കാൻ പഠിച്ചില്ലേ? ഫ്രാക്ഷനെ ഡെസിമലാക്കാൻ പഠിച്ചില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി നിങ്ങൾ ചോദിക്കും, ഈ വലിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടായോ? ഈ 8, 5, 3 ഒക്കെ ഉള്ളോ? ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? 20 2 സംഖ്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട. നമുക്ക് ആ 20 എഴുതുക. പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 100 എന്നാണ് കേട്ടോ. പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? 100 എന്നാണ്. ഇനി ചെയ്യാൻ ഞാനൊരു എളുപ്പവഴി വരട്ടെ. ഈ മുകളിലും താഴെയും 0 വന്നാലേ, മുകളിലും താഴെ മൂളിൽ എന്ന് കുറച്ച് നേരം പറഞ്ഞു. മുകളിൽ എന്ന് വെച്ചാൽ എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താ 0 വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കതിനെ വെട്ടിക്കളയാം. മുകളിൽ നമ്മൾ 1 വെട്ടുകയാണെങ്കിൽ താഴെയും 1 വെട്ടാം. ഇനിയും വല്ലതും വെട്ടാനുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്തെഴുതാം? 2/10 എന്ന് എഴുതാം. ഈ 2/10നെ വീണ്ടും നമുക്ക് എന്താ ഇത് ഫ്രാക്ഷനല്ലേ കുഞ്ഞുങ്ങൾ, ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. എങ്ങനെ എഴുതാം? മുകളിൽ തരുന്നതിനെ അതുപോലെ എഴുതി ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. കണ്ടോ? മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇത് ഡെസിമൽ ഫോമിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഭാഗിക്കാനാണ് തരുന്നതെങ്കിൽ എന്താ നമുക്ക് അല്ലാതെ അല്ല, നമ്മളോട് ഇവിടെ ദശാംശ രൂപത്തിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മുകളിൽ തന്ന 2നെ അതുപോലെ എഴുതുക. ഒരു പൂജ്യം ഉണ്ട്, ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി എഴുതുക കേട്ടോ. ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5, 2, 10 എന്ന് വേണേൽ നമുക്ക് എഴുതാം. ഇവിടെ 5 എന്ന് എഴുതാം അല്ലേ? കാരണം 5, 2 അല്ലേ 10. പക്ഷെ നമ്മളോട് എന്താ ഇതിനെ ദശാംശ രൂപത്തിലോട്ട് അല്ലെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എന്താ മുകളിൽ എന്താണോ തരുന്നത്, അതായത് ന്യൂമറേറ്റർ എന്താണോ തരുന്നത് അത് എഴുതിയിട്ട് താഴെ എത്ര പൂജ്യമുണ്ടോ, 10 ആണെങ്കിൽ
ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക, 100 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക, ഇനി 1000 ആണെങ്കിൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇതൊക്കെ നമ്മൾ ഡെസിമലി പഠിച്ചതാണ്, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ബേസ് എന്ന് വെച്ചാൽ, പെർസെൻറ്റേജിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ടെസ്റ്റിനകത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കണേ. During Onam, there is 30% reduction in the price of a handloom cloth. നോക്കണേ നിങ്ങളെ. What is the reduction for 3,750 rupees worth of cloth? വല്ലോ മനസ്സിലായോ? അതായത് ഓണം പ്രമാണിച്ച് നമ്മുടെ ഹാൻഡ്ലൂം ക്ലോത്ത് എന്ന് വെച്ചാൽ കൈത്തറി വസ്ത്രങ്ങൾ, കൈത്തറി കേട്ടോ, കൈത്തറി വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവുണ്ട്. ഈ വാക്ക് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കിഴിവെന്നാണ് കറക്റ്റ് എൻ്റെ മലയാളം. കിഴിവ് എന്താ ഈ കിഴിവ്? കിഴി കെട്ടിയത് വല്ലതും ആണോ ഈ കിഴിവ്? അല്ല, കുറവെന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ കുറവ്, ഡിക്രീസ്, കുറവ് എന്ന് ഓർക്കണം കേട്ടോ. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്തോണം? കുറയ്ക്കുക എന്നാണ് കേട്ടോ. എത്രയാണ്? 3750 രൂപ വസ്ത്രങ്ങൾ വാങ്ങിയാൽ, 3750 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എത്ര രൂപ കിഴിവ് കിട്ടും? നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഈ കിഴിവെന്നൊക്കെ മലയാളത്തിൽ കേൾക്കും, അല്ല മലയാളം മീഡിയക്കാർക്ക് കേൾക്കുമ്പോൾ ഇത് എന്തുവാന്ന് അറിയാൻ വയ്യാത്ത. അതാ ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ, അത് കുറയ്ക്കും. നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ ചെയ്ത് തരുമ്പോൾ മനസ്സിലാവും. ഹാൻഡ്ലൂം ക്ലോത്ത് എന്ന് വെച്ചാൽ കൈത്തറിയാണ്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാനാണെന്ന് ഓർത്തോണം കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അന്നേരം ആരും കാണത്തില്ല കേട്ടോ. ഞാൻ അന്നേരം ഞാൻ എൻ്റെ ക്ലാസ് ഇട്ടില്ലെങ്കിലോ നിങ്ങൾ കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ റിഡക്ഷൻ എന്ന് വെച്ചാൽ കുറയ്ക്കാം. നമുക്ക് ആൻസർ നോക്കാം. നോക്കിക്കേ, ഞാനിവിടെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 3750 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ അതിൻ്റെ 30% റിഡക്ഷൻ ഉണ്ട്. ഇത്രയും രൂപയ്ക്ക് വാങ്ങിയാൽ നമുക്ക് 30% റിഡക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? റിഡക്ഷൻ ഫോർ, ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതണം? റിഡക്ഷൻ ഫോർ 3000 rupees. റിഡക്ഷൻ എത്ര? നിങ്ങളുടെ ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ആദ്യം ഈ 3750 ആയതുകൊണ്ട് അവരെങ്ങനെ ചെയ്തു? 3000-ൻ്റെയും 700-ൻ്റെയും 50-ൻ്റെയും 3000-ഉം 700-ഉം 50 കൂടെ കൂട്ടുന്നതല്ലേ 3750. അവരപ്പോൾ അതിനെ ഓരോന്നിനെയായിട്ടാണ് എടുത്തേക്കുന്നത്. ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം കണ്ടോ കുഞ്ഞുങ്ങളെ? ഓരോന്നായിട്ടാണ്. റിഡക്ഷൻ ഫോർ ആദ്യം എന്താ കുഞ്ഞുങ്ങളെ? 3750-നെ അവരെന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ? ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന എങ്ങനെ? ആദ്യം അവർ 3000 രൂപയുടെ റിഡക്ഷൻ കണ്ടു, പിന്നെ എത്ര? 700 രൂപയുടെ റിഡക്ഷൻ കണ്ടു, പിന്നെ ഒരു 50 രൂപയുടെ റിഡക്ഷൻ കണ്ടു. ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ റിഡക്ഷൻ ഫോർ 3000 rupees. അപ്പം നമ്മൾ എങ്ങനെ എഴുതണമെന്ന് നോക്കണേ. 3000 രൂപ നമ്മൾ പറഞ്ഞു എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ഇപ്പം 30% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 30/100 എന്നാണ്. എപ്പോഴും ഓർത്തോണം കേട്ടോ. 30% എന്ന് പറയുന്നത് 30/100 ആണ്. 50% എന്നാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അർത്ഥം 50/100 ആണ്. ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എപ്പോൾ പെർസെൻറ്റേജിൻ്റെ കണക്ക് വന്നാലും 20% അല്ലേ, 20% നമ്മളോട് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അർത്ഥം 20/100 എന്നാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് എത്ര പറഞ്ഞത്? 30%. അപ്പം അതിൻ്റെ അർത്ഥം 30/100 കേട്ടോ. ഇതിനെ നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളെ ഈ 0 മേളിൽ കിടക്കുന്ന ഈ 0 പോവും. ഇനി ഇവിടെ മേളിൽ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് കണ്ടോ. ഇനി എത്ര ഉണ്ട്? ഇവിടെ ഒരു 300 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 300 × 3 900 ആണ്. 300 3 3 9, പിന്നെ ഈ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി, 900 കേട്ടോ. റിഡക്ഷൻ ഫോർ 3000 ആദ്യം 3750 രൂപയുടെയാണ് കാണേണ്ടത്. നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്നത് ആദ്യമേ 3000 രൂപയുടെ ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ 900 രൂപ എന്ത് വന്നു? 900 കേട്ടോ രൂപ എന്ത് വന്നു? നമുക്ക് കിട്ടി അല്ലേ. അങ്ങനെ പിന്നീട് അവരെന്ത് ചെയ്തു? റിഡക്ഷൻ ഫോർ 700. ഇനി എത്ര രൂപയ്ക്കാണ് ചെയ്തത്? 700 രൂപ. ആദ്യം 3000 ചെയ്തു, ഇനി 700 രൂപയുടെ ചെയ്തതോ? 700-ൻ്റെ 30%. 700-ൻ്റെ ഈ 0 വെട്ടി, മേളിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതും, പിന്നെ ഈ 100-ൻ്റെയും ഈ 0 വെട്ടി, ബാക്കി ആരുണ്ട്? 70 × 3. 70 × 3 7 3 21, പിന്നെ ഈ ഒരു 0 കൂടി ഇടുമ്പം 210 രൂപ കേട്ടോ.
അടുത്ത റിഡക്ഷൻ 4 ബാക്കി എത്ര രൂപയും കൂടെ ഉണ്ട്? ഇനി ഒരു 50 രൂപയും കൂടെ ഉണ്ടല്ലേ. ആദ്യം 3000, പിന്നെ 700, പിന്നെ 50. ഈ 3 എണ്ണത്തിൻ്റെയും 30% കാണണം. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാണ് നിങ്ങൾ കേട്ടോ. എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതിൻ്റെ എല്ലാം മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ. ഞാൻ മലയാളം പറഞ്ഞില്ലെന്ന് വിചാരിച്ചാണ്ട് 700 രൂപയുടെ കിഴിവ് മീൻസ് റിഡക്ഷൻ കേട്ടോ. റിഡക്ഷൻ 4 50 റുപ്പീസ്, 50 രൂപയ്ക്ക് കിഴിവ്. 50 ആകുമ്പോൾ 50 × 30 എല്ലാത്തിനും നമ്മൾ ഈ 30 ഇട്ട് ചെയ്യണം. അപ്പം എന്താ, മുകളിലുള്ള ഈ 0 പോയി. പിന്നെ ഇവിടെ ഒരു മുകളിൽ 0 ഉണ്ട്, ഈ 0 ബാക്കി എത്ര? 5 × 3 15. അപ്പം നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ നോക്കണേ. 900, 210, 15. ഈ 3 എണ്ണവും കൂടെ ടോട്ടൽ റിഡക്ഷൻ അല്ലെങ്കിൽ ആകെ കിഴിവ് എന്ന് പറയുന്നത് 900, 210, 15 കൂട്ടുമ്പം 1125 1125 റുപ്പീസ് കിട്ടി അല്ലേ. ഇനി ഇതിന് ഇത്രയും നമ്മൾ കിടന്ന് ചെയ്യേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ. എന്തിനാ ഈ 3000, 700, 50 ടെസ്റ്റിൽ ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഇത്രയും കിടന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ നമ്മളോട് ചോദിച്ചത്? 3750 രൂപയ്ക്ക് 30% റിഡക്ഷൻ ഉണ്ടെന്നോ. അപ്പോൾ ഇത്രയും വാരി വലിച്ച് ചെയ്യേണ്ട. അതുകൊണ്ട് ഇത്ര ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. 3750 × 30/100. കാരണം എന്താ, 3000 അധികം 700 അധികം 50 ആണ് 3750 × 30 അല്ലേ, × 30/100. നമ്മൾ മുമ്പ് പറഞ്ഞു മുകളിലും താഴെയും 0 വന്നാൽ വെട്ടിക്കളയാം. അറിയണേ നിങ്ങൾ, ഇനി അങ്ങോട്ട് വെട്ടി ചെയ്യാൻ പഠിക്കണേ. ഇനി നോക്കിക്കേ, ഒരു 0 കൂടെ ഉണ്ട്. ഇവിടെ മുകളിലൊരു 0 ഇവിടെ ഉണ്ട് അല്ലേ. ബാക്കി എത്ര ഉണ്ട്? 375 × 3. ബാക്കിയുള്ള എല്ലാം വെട്ടിപ്പോയില്ലേ. 375 × 3 1125 രൂപ കിട്ടിയില്ലേ. ഇത് ഇത്രയും ചെയ്യാനാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്തത് കേട്ടോ. ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നുണ്ടാകും കുഞ്ഞുങ്ങളെ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും വാരി വലിച്ചിരുന്ന് ചെയ്യേണ്ട, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഹാൻഡ്ലൂം ക്ലോത്തിൻ്റെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കൈത്തറി വസ്ത്രങ്ങളുടെ ഇവർ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 3750 രൂപയ്ക്ക് 30 രൂപ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ ചെയ്തത്? നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയായതുകൊണ്ട് 3000 രൂപയുടെ ചെയ്യുക, 700 രൂപയുടെ ചെയ്യുക, 50 രൂപയുടെ ചെയ്യുക. അത് 3 കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കിട്ടുമെന്ന കേട്ടോ. അതിൻ്റെ ആൻസർ കിട്ടുമെന്ന. അപ്പോൾ അത് ഒറ്റയടിക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി ടെസ്റ്റിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. ഒരു സഹകരണ ബാങ്കിൽ ഒരു വർഷത്തെ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ കിട്ടും. 7500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ കിട്ടും? ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരു സഹകരണ ബാങ്കിൽ ഒരു വർഷത്തെ സ്ഥിര നിക്ഷേപത്തിനാണ് 9% പലിശ കിട്ടുന്നത്. 7500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ കിട്ടും? 7500 രൂപ നമ്മളൊരു ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾക്ക് 9% പലിശ തരാം ഒരു വർഷം ഇട്ട് കഴിഞ്ഞാൽ അല്ലേ. എത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോഓപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്കിൻ്റെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ? കോഓപ്പറേറ്റീവ് ബാങ്ക്. ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? സ്ഥിര നിക്ഷേപം. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഫോർ എ ഇയർ ആർ ഗിവ, ഒരു വർഷത്തേക്ക് 9% ഇൻട്രസ്റ്റ്. ഈ ചില വാക്കൊക്കെ എടുത്ത് ഞാൻ പറയുന്നത് പലിശ കാണാനുള്ള പാഠത്തിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു റിഡക്ഷൻ കേട്ടോ. ഡിപ്പോസിറ്റ്, ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, കോർപ്പറേറ്റീവ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഭാവിയിലായാലും ഇതെല്ലാം വേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. 7500 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു കേട്ടോ. ഈ ഇൻട്രസ്റ്റ് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ മുമ്പ് ലാസ്റ്റ് ചെയ്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കുഞ്ഞുങ്ങൾ. എന്താ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 9%. 9% എന്ന് കേൾക്കുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ എഴുതണം. 9% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 9/100 എന്നാണ് അല്ലേ. ഇനി 7500 രൂപയാണ് നമുക്ക് എന്താ ബാങ്കിൽ നിക്ഷേപിച്ചത് അല്ലേ. അപ്പോൾ 7500 × 9/100 ചെയ്താൽ പോരെ അല്ലേ കുഞ്ഞുങ്ങളെ? ആണോ? അപ്പം നമുക്ക് എത്ര രൂപ പലിശ കിട്ടി? ഒരു വർഷത്തേക്ക് 675 രൂപ പലിശ കിട്ടി. അപ്പം നമ്മൾ കണക്ക് ചെയ്ത് കഴിഞ്ഞു ഇല്ലയോ? എന്നാൽ ഇല്ല. ഇത് മിക്ക കുട്ടികൾക്കും തെറ്റുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മളിപ്പോൾ താണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞെന്നും പറയും. നമ്മൾ വീട്ടിലൊക്കെ ചെന്നു ഞാൻ ആ ഇൻട്രസ്റ്റിൻ്റെ കണക്ക് ചെയ്തു. ഒരുപാട് പേരെ പേപ്പർ ഞാനിത് കണ്ടതുകൊണ്ടാവും കുഞ്ഞുങ്ങളെ ഇങ്ങനെ എഴുതി ആൻസർ കിട്ടിയെന്നും പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇത് പലിശ മാത്രമാണ് കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രമാണ്. നമ്മുടെ മുതൽ എന്താ, നമ്മൾ ഇട്ട മുതൽ അല്ലേ, ഇട്ട രൂപ ബാങ്കിൽ കിടക്കുന്നേ ഉള്ളൂ. ഒരു 7500 രൂപ നമ്മൾ കൊണ്ടിട്ടതിൻ്റെ പലിശ മാത്രമാണിത്. അപ്പം മുതൽ എന്ത് ചെയ്യും? നമ്മൾ അടച്ച പൈസ എന്ത് ചെയ്യും? അത് മേടിക്കണ്ടേ? മേടിക്കണം. അപ്പം നമ്മൾ ഇതിനകത്തിൽ അവർ ഒരു ഇത് യൂസിങ് ഈ നിങ്ങൾക്ക് കിട്ടിയ എന്താ
നമുക്കിപ്പോൾ എന്താ 9/100 എന്നൊക്കെ കിട്ടിയില്ലേ? നിങ്ങൾ അതിനെ യൂസിങ് ദ ഡെസിമൽ ഫോം, നിങ്ങൾ ഇതിനെ ഡെസിമൽ ഫോമിലോട്ടൊന്ന് മാറ്റാൻ ടെസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. യൂസിങ് ഡെസിമൽ ഫോം അത് നിങ്ങളൊന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. എന്താ 0 വെട്ടിക്കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ 9/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങൾ? ഏതാണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലേ, മുകളിൽ തരുന്ന നമ്പറിനെ അതുപോലെ എഴുതുക, താഴെ 2 0 എങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 675 തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ പലിശ 675 രൂപയാണ് ആണല്ലോ. അപ്പം നമ്മുടെ മുതൽ എന്ത് ചെയ്യും? 7,500 രൂപ നമ്മൾ ബാങ്കിൽ കൊടുത്തില്ലേ? 7,500 രൂപ നിക്ഷേപിച്ചാൽ പലിശ 675 രൂപ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് മുതലും പലിശയും കൂടി വേണം തിരിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ. അല്ല പലിശ മാത്രം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകല്ലേ. പലിശ 7,500ൻ്റെ കൂടെ 675 രൂപ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് പലിശയും കൂടെ കിട്ടിയപ്പോൾ 8,175 രൂപയാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ അതും മേടിച്ചുകൊണ്ടേ പോകാം കേട്ടോ. പലിശ മേടിച്ചുകൊണ്ട് പോകല്ലേ. എല്ലാവർക്കും തെറ്റുന്നതാണ്, ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണക്ക് അങ്ങ് ക്ലോസ് ചെയ്യും. ആരും മുതൽ എന്ന് വെച്ചാൽ നമ്മൾ അടച്ച പൈസ കൂട്ടുന്നില്ല. അത് കൂട്ടണേ കുഞ്ഞുങ്ങളെ, ഞാൻ എടുത്ത് പറയുകയാണ്. അത് നിങ്ങൾ അതുകൂടെ എടുത്ത് കൂട്ടിയെങ്കിലേ നമുക്ക് എന്താ ഇട്ട പൈസയും പലിശയും കൂടെ കൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അത് മറക്കല്ലേ കേട്ടോ, എടുത്ത് ഞാൻ പറയുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ ടെസ്റ്റിലെ പേജ് നമ്പർ 183 കണ്ടോ നിങ്ങളെ? അപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞു. ഇത് 675 കഴിഞ്ഞു. കണ്ടേ പേജ് നമ്പർ 183 ദാണ്ടെ ഇങ്ങനെ ഒരു കണ്ടോ? ദാണ്ടെ ശതമാനം, ഭിന്നരൂപം, ലഘുരൂപം കണ്ടായിരുന്നല്ലോ. അത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നോ ഇതിനെ ഞാനൊരു എളുപ്പ വഴി പറയാം നിങ്ങളെ. നോക്കിയേ, പെർസെൻ്റ് എന്ന് വെച്ചാൽ ശതമാനം, ഭിന്നരൂപം എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ, രണ്ടുപേർക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ, മലയാളം ഇംഗ്ലീഷ്. റെഡ്യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ ലഘുരൂപം. ലഘുരൂപം എന്ന് വെച്ചാൽ സിമ്പിളസ്റ്റ്, ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റും ലഘുരൂപം. ഈ ലഘു എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട നിങ്ങളെ, അതിനെ ഏറ്റവും സ്മാളസ്റ്റ് ഫോം, ഏറ്റവും ചെറിയ രീതിയിലോട്ട് മാറ്റുക, റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ രീതിയിലോട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഞാനൊന്ന് പറയാം. ആദ്യം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു നോക്കണേ നിങ്ങളെ, ശ്രദ്ധിക്കണേ. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും. നോക്കണേ, 10% എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 10/100 എന്നാണ്. ആണല്ലോ, അതിന് സംശയമില്ലല്ലോ. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് 10/100 ആണ്. അത് ഓക്കെ ആണോ? ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ എളുപ്പവഴി പറഞ്ഞായിരുന്നു. മുകളിൽ 0 ഉണ്ടെങ്കിൽ താഴത്തെ 0യെ വെട്ടിക്കളയാം. മുകളിൽ 0 ഉണ്ടെങ്കിൽ താഴത്തെ 0യും മുകളിൽ 1 നമ്മൾ വെട്ടുന്നതെങ്കിൽ താഴെ 1 വെട്ടാം. അപ്പം എന്താ എത്ര വരും കുഞ്ഞുങ്ങളെ? 1/10. ഇതാ ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്താ റെഡ്യൂസ്ഡ് ഫോം അല്ലെങ്കിൽ ലഘുരൂപം എന്ന് പറയുന്നത്. അതായത് ഒരു 10 10 10 10 100 ഇത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വെട്ടുന്നെങ്കിലും ഇത് ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? നോക്കിക്കേ, ഇപ്പം 20/100 10ൻ്റെ ടേബിളിൽ വരുന്നില്ലേ കുഞ്ഞുങ്ങളെ? 2 10 20 10 10 100 അല്ലേ? അപ്പം 2/10 നമുക്ക് കിട്ടാം അല്ലേ? അപ്പം കുറച്ചുകൂടെ നോക്കിയേ, ഈ 0 വെട്ടിയാൽ നമുക്ക് എന്ത് വരും കുഞ്ഞുങ്ങളെ? 2/10 എന്ന് വരും അല്ലേ? വരുന്നില്ലേ? ഇനി ഇതിനെ നമുക്ക് എന്താക്കാം കുഞ്ഞുങ്ങളെ? ഈ 2/10 ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ടല്ലോ. ഏതിലാണ്? നമ്മളെ റെഡ്യൂസ് ആക്കാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിലോട്ട് മാറ്റുക. ഇതിനെ വീണ്ടും നമുക്ക് പറ്റും. എന്താണെന്നറിയാമോ? ഈ 2ഉം 10ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. ഏതാ? 1 2 2 എത്ര? 5 2 10. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് റെഡ്യൂസ് എന്ന് വെച്ചാൽ ലഘൂകരിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റുക. ഇപ്പം 1/10 വീണ്ടും, കാരണം 1/10 ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? കാരണം 1 വന്നു, ഇനി അതിനെ എന്താ ചെറുതാക്കാൻ? ഇവിടെയൊക്കെ 20/100 നമുക്ക് എങ്ങനെ എഴുതാം? 0 വെട്ടിപ്പോയാൽ 2/10 വരും. ഈ 2/10 എന്ന് പറയുന്നതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. എന്താ? ഇതിൻ്റെ 2ൻ്റെ ഹാഫ്, 2ൻ്റെ പകുതി 1, 10ൻ്റെ പകുതി 5. അതായത് 2ൻ്റെ ടേബിളിൽ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം കേട്ടോ. ഇനി നോക്കിയേ, 30നെ 100 വെച്ച് നമ്മൾ പറഞ്ഞ രീതി തന്നെ ഈ 0 പോയി. ബാക്കി ആരുണ്ട്? 3/10. 3 10 ഏതിൻ്റെ ഏലും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. എന്താണെന്നറിയോ? 3 ഒരു പ്രൈം നമ്പറാണ് കേട്ടോ. 3 എന്നേ വരും. 3 1ൻ്റെയും ടേബിളിൽ. എന്നാ ചോദിക്കും നിങ്ങൾ 2ഉം 10ഉം
എന്താ 2ൻ്റെ ടേബിളിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം 3ഉം 10ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. 3 ഒരു പ്രൈം നമ്പറാണ്. 3 വരത്തില്ല. അതുകൊണ്ട് എന്താ അത് 3/10. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ 40 അതും നമ്മളെന്താ 0 0 വെട്ടി ബാക്കി 4/10. ഈ 4/10 ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ? എത്ര? 2/5 അല്ലേ കുഞ്ഞുങ്ങളെ? 2 2 4 5 2 10. അപ്പോൾ 2/5 ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലേ, റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ ഈ 0 പോയി 5/10. 5ഉം 10ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. 5ൻ്റെ ടേബിളിൽ ഒരു 5 5 2 5 10. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇപ്പം പിടികിട്ടിയോ? ഈ 0 മേളിലും താഴെ ഉണ്ടെങ്കിൽ വെട്ടാൻ എളുപ്പമാണ് അല്ലേ? വെട്ടി ചെയ്യാൻ എളുപ്പമാണ്. ഇതും ഈ 0 ഓരോന്ന് മേളിൽ ഒരു 0 വെട്ടുന്നെങ്കിൽ താഴെ 1 വെട്ടാവേ കേട്ടോ. എവിടെയും ചാടി കയറിയ വെട്ടല്ലേ. ഇനി 6/10 അപ്പം നമുക്ക് വെട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഈ 6/10 എന്തിൻ്റെയും ടേബിളുണ്ടോ? ഉണ്ട്. 2ൻ്റെ ടേബിളുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ? 3 2 6 5 2 10. ഓക്കെ, മനസ്സിലായോ? ഇനി 70 ഈ 0 പോയി. അപ്പോൾ 7/10. 7ഉം 10ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. 7 ഒരു പ്രൈം നമ്പറും അല്ലേ? അടുത്തത് 80/100. ഈ 0 പോയി 8/10. 8ഉം 10ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. എത്ര? 4 2 8 5 2 10. അപ്പോൾ എന്താ 4/5. മനസ്സിലായി? ഇപ്പോൾ എളുപ്പമല്ലേ? നോക്കിയേ ഈ 0 പോയി 9/10. 9ഉം 10ഉം ഏതിൻ്റെയും ടേബിളിലുണ്ടോ? ഞാൻ ഈ ഏതിൻ്റെയും ടേബിളുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തോന്നറിയോ നിങ്ങളെ? ആ മുകളിൽ വരുന്നതും താഴെ വരുന്നതിൻ്റെയും ഒരേ ടേബിളിലായിരിക്കണം. ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇത് ഞാൻ 2ൻ്റെ ടേബിളല്ലേ എടുത്തത്. മനസ്സിലായോ? 2ഉം ഒരേ ടേബിളിലായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ പറയും 3 നമുക്ക് 3ൻ്റെ ടേബിളിൽ പറ്റും. 10 2ൻ്റെ ടേബിളിൽ പറ്റും. അപ്പം 3ൻ്റെ ടേബിളെ 2ൻ്റെ ടേബിൾ പറ്റത്തില്ല. 2ഉം ഒരേ ടേബിളിൽ എടുക്കണം. അപ്പം 2ൻ്റെ ടേബിൾ നമ്മൾ എടുക്കുന്നെങ്കിൽ അത് മുകളിലും താഴെയും വരുന്നതിൽ വേണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചതാണ്ടേ 50% നിങ്ങൾക്ക് ചെയ്യാമോ? നോക്കിയേ ഫിന്ന രൂപത്തിൽ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ എന്താ നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണോ കുഞ്ഞുങ്ങളെ? നോക്കണേ, 50% എന്ന് കേൾക്കുമ്പോഴേ എന്താ കുഞ്ഞുങ്ങളെ? 50/100 എന്നാണ്. ഫ്രാക്ഷൻ രൂപത്തിലോട്ട് അല്ലെങ്കിൽ ഭിന്ന രൂപത്തിലോട്ട് മാറ്റുമ്പം 50/100. അപ്പം നമുക്ക് എന്താ ഈ 0 വെട്ടിപ്പോകത്തില്ലേ? പോകുമോ? പോകും അല്ലേ? അപ്പം എന്ത് വന്നു? 5/10 വന്നു. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? 5/10 വെട്ടി കഴിഞ്ഞ് ബാക്കി 5/10 അല്ലേ? ഈ 5ഉം 10ഉം ഏതിൻ്റെ ടേബിളിലാണ്? 5ൻ്റെ ടേബിളിൽ അല്ലേ? 5ൻ്റെ ടേബിളിൽ വരത്തില്ലേ? എത്രയാ? ഒരു 5 5 2 5 10. അപ്പം നമ്മൾ 5ൻ്റെ ടേബിളല്ലേ എടുത്തത്. ഇപ്പം മനസ്സിലായോ? മുകളിലും താഴെയും ഒരേ ടേബിളിൽ എടുക്കണമെന്ന്. ഒരു 5 5 1 × 5 5 2 × 5 10. 2ഉം 5ൻ്റെ അല്ലേ എടുത്തേ. അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 1/2. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ നിങ്ങൾ 25%, 25%, 25/100. ഇതിനകത്തിൽ വെട്ടാൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഉണ്ടോ? ഇല്ല. 0 നമ്മളിതുവരെ 0 വെട്ടിയാണ് പോയത്. പക്ഷേ ഇവിടെ വെട്ടാനൊന്നുമില്ല. പക്ഷെ നോക്കിക്കേ, 25 1 25, 25 2 50, 25 3 75, 25 4 100 കേട്ടോ. നിങ്ങൾ അതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഈ 20 25ൻ്റെ ഒക്കെ ടേബിളേ അതൊക്കെ എളുപ്പമാവും നിങ്ങളെ പഠിക്കാൻ. അതൊന്ന് പഠിച്ചു വെച്ചാലേ 25 1 1 25 25 4 25 100 കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നിങ്ങൾ 7ാം ക്ലാസ് ആയി. ഇനിയിപ്പം നമ്മൾ കുറേയൊക്കെ അങ്ങനെയും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഈ 25/100 വന്നത് 100ൽ നോക്കണേ, 100ൽ 4 1 25 25 4 25 100 കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ 25ൻ്റെ ടീം നമുക്ക് ഏറ്റവും റെഡ്യൂസ് ചെറുതാക്കാനാണ്. അങ്ങനെയാണെങ്കിൽ 75 ഇപ്പം നമ്മൾ ആ പറഞ്ഞ രീതി വെച്ച് ഒന്ന് പറഞ്ഞു നിങ്ങൾ. 75 1 25 25 അല്ലേ? അതൊന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. 1 25 25 പിന്നെ 2 25 എത്ര? 50. 3 25 എത്ര? 75. 4 25 എന്താ? 100. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഒരുപാടെടുത്ത് നമുക്ക് ഇനിയും വേണ്ടുന്നതാണ്. അപ്പം നമ്മൾ ഓക്കെ 75 ഇതാ 3 25. അപ്പം നമുക്ക് ഇവിടെ എന്താ 3 എഴുതാം. 3 25 75 4 25 100
കേട്ടോ. അങ്ങനെ ആ 3/4 ഇതിലും വേറെയൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഈ 25, 50 എന്നൊക്കെ പറയുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. ഈ 20 നോക്കിക്കേ, 20 നമുക്ക് എന്താ, ഈ 0 വെട്ടിക്കളയാം. ബാക്കി എന്ത് വന്നു നിങ്ങളെ, 2/10 മുമ്പ് നമ്മൾ ചെയ്ത അല്ലേ. 2ഉം 10ഉം ഏതിൻ്റെ ടേബിളിൽ വരും, 2ൻ്റെ ടേബിളിൽ വരും. എന്താ 1 × 2 2, 5 × 2 10. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ പെർസെൻറ്റേജ് തന്നേക്കുന്നതിനെ ഫ്രാക്ഷനിൽ ചെയ്തു. ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെട്ടോടെ ഞാൻ പറയും, നിങ്ങളെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ്, ഇല്ലാത്തവരൊന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. 25% എന്ന് പറയുന്നതിനെ പെർസെൻറ്റേജ് എന്ന് എപ്പോൾ കണ്ടാലും 75/100 എന്ന് എഴുതുക. കാരണം ഇതിൻ്റെ അർത്ഥം 100 എന്നാണ്. ഏതൊരു സംഖ്യയെ ഇങ്ങനെ പെർസെൻറ്റേജ് എന്നാലും /100 എന്നിടുക. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഏതിൻ്റെ വെട്ടാൻ മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. വെട്ടിയതിൻ്റെ ബാക്കി എടുത്തിട്ട് അത് ഏതിൻ്റെ ടേബിൾ വരുന്നെന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ ആണല്ലോ. 183 അതിനകത്തില്ലേ 183ൻ്റെ നമുക്ക് ഒരു കണക്കൂടെ ചെയ്തിട്ട് നിർത്താവും. നിങ്ങളെ നോക്കിയേ, ഒരു ലാപ്ടോപ്പിൻ്റെ കണക്കുണ്ട് കണ്ടോ. ഒരു ഇലക്ട്രോണിക്സ് കമ്പനി അവർ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ചില ഉപകരണങ്ങൾ വില കുറച്ച് വിൽക്കുന്നു. ഓരോന്നിൻ്റെയും വിലക്കുറവ് ചുവടെയുള്ള പട്ടികയിൽ കാണാം. നോക്കിയേ, ഉപകരണം ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ, നിങ്ങളെ നോക്കുമോ. ഡിവൈസ് മീൻസ് ഉപകരണം. പഴയ വില എന്ന് വെച്ചാൽ ഒറിജിനൽ വില, അത് ആ സാധനത്തിൻ്റെ യഥാർത്ഥ വിലയാണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി റിഡക്ഷൻ എന്ന് വെച്ചാൽ അവർ എത്ര രൂപയാണ് അവിടെ കിഴിവ് പറയുന്നത്. റിഡക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ് അവർ കുറച്ച് കൊടുക്കാമെന്ന് പറയുന്നത്. ലാപ്ടോപ്പിന് 10% റിഡക്ഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഓർത്തോണം കുറച്ച് കൊടുക്കുക എന്ന് കേട്ടോ. കിഴിവ് എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്ന് നോക്കിക്കോണേ നിങ്ങൾ, അത് തെറ്റല്ലേ. റിഡക്ഷൻ എന്ന് വെച്ചാൽ 10% കുറച്ച് കൊടുക്കാവുന്ന, ഒറിജിനൽ വിലയിൽ നിന്നും 10% കുറച്ച് കൊടുക്കാവുന്ന. മൊബൈൽ ഫോൺ 25,000 രൂപയുടെ ഫോണ് 20% റിഡക്ഷൻ കുറച്ച് കൊടുക്കാവുന്ന. സ്മാർട്ട് വാച്ച് 12,000 രൂപയുടെ സ്മാർട്ട് വാച്ച് 30% ഞങ്ങൾ കിഴിവ് അല്ലെങ്കിൽ റിഡക്ഷൻ അല്ലെങ്കിൽ കുറച്ച് തരാമെന്ന്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്താണ് ചോദ്യം. നമ്മൾ അതിനെ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ, നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത രീതി തന്നെ അങ്ങ് ചെയ്താൽ മതി. ഏതാ ലാപ്ടോപ്പ് എങ്ങനെയാ, 65,000ൻ്റെ 10% അല്ലേ. മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതി കേട്ടോ. 65,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ റിഡക്ഷൻ ഓഫ് 10% ഓഫ് 65,000. 0 കുറഞ്ഞോ കൂടിയോ വല്ലതും ഉണ്ടോ നോക്കണം കുഞ്ഞുങ്ങളെ. ചിലപ്പോൾ ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോഴേ ചിലപ്പോൾ 0 കുറഞ്ഞോ കൂടിയോ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. നമുക്കെല്ലാം ശരിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്. റിഡക്ഷൻ ഈസ് 10% ഓഫ് 65,000 65,000. 65,000ൻ്റെ 10% മുമ്പ് നമ്മളാ ചെയ്തില്ലേ. അതായത് 0നെ 0 വെട്ടാം, പിന്നെ ഈ 0നെ ഈ 0 വെട്ടാം. ഇനി ഇവിടെ വല്ലതും ഉണ്ടോ, ഒന്നുമില്ല. അപ്പോൾ ഇനി എന്തോ ഉള്ളൂ, ഒരു 6,500 രൂപയേ ഉള്ളൂ. ബാക്കി മൊത്തം നമ്മൾ വെട്ടിപ്പോയി. ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ വെട്ടി ചെയ്യുന്നത് കേട്ടോ. വെട്ടി ചെയ്യുമ്പോൾ എളുപ്പം നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് 6,500 രൂപ എന്ത് കിട്ടി, റിഡക്ഷൻ കിട്ടി. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കാണാൻ ബാങ്കിൽ പോയ കാര്യം പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ട് പോരുമല്ല, അതിൻ്റെ മുതലും മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ റിഡക്ഷൻ കിട്ടിയതാണ് 6,500 രൂപ. യഥാർത്ഥ വില എത്ര കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, യഥാർത്ഥ വില കാണും. ലാപ്ടോപ്പിൻ്റെ ഇപ്പോഴത്തെ വില, കറണ്ട് പ്രൈസ് ഓഫ് ലാപ്ടോപ്പ് എന്ന് എഴുതിയിട്ട്, ഇംഗ്ലീഷുകാരാണ്. യഥാർത്ഥ വില 65,000 രൂപയായിരുന്നു. അവർ നമുക്ക് എത്ര രൂപ റിഡക്ഷൻ തന്നു, കിഴിവ് 6,500 രൂപ. അപ്പം അത് റിഡക്ഷൻ നീക്കുമ്പോൾ കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. 58,500 രൂപയെ കൊടുത്താൽ മതി. 65,000 രൂപയുടെ സാധനം 10% റിഡക്ഷൻ തന്നപ്പോൾ എത്ര കൊടുത്താൽ കുഞ്ഞുങ്ങളെ, 58,500 രൂപ നമ്മൾ കൊടുത്താൽ മതി. മനസ്സിലായോ? ഇത് തെറ്റിപ്പോവല്ലേ. ഇതാണ് ഈ കണക്കിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകളാണ് ഇതൊക്കെ കേട്ടോ. ഇനി മൊബൈൽ ഫോൺ നോക്കൂ കുഞ്ഞുങ്ങളെ. മൊബൈൽ ഫോൺ 25,000ൻ്റെ 10%. റിഡക്ഷൻ ഈസ് 20% ഓഫ് 25,000 അല്ലേ. 25,000ൻ്റെ 20% എത്രയാണ്? മൊബൈൽ ഫോണിന് എത്ര കുഞ്ഞുങ്ങളെ, 25,000 രൂപയാണ് മൊബൈൽ ഫോണിൻ്റെ വില. എത്ര, 20%. നോക്കണേ, 25,000ൻ്റെ 20%. ശതമാനം എന്ന് പറയുമ്പോൾ താഴെ 100 ഇട്ട് കൊടുക്കുന്നതാണ്. മേളിൽ കിടക്കുന്ന ഒരു 0 ഇവിടെ പോയി, താഴെ കിടക്കുന്നുണ്ട് ഇവിടെ. ഇത് സത്യം പറഞ്ഞത് ഫുള്ള് താണ്ട് ഇങ്ങനെ വരയ്ക്കേണ്ട കേട്ടോ. പക്ഷെ അങ്ങനെ വരയ്ക്കല്ലേ എന്ന് വെച്ചാൽ നിങ്ങളത് ഓർത്തോണം, ഇത് ഫുള്ളാണ്, മുകളിലാണ്. അതിപ്പോൾ ഇത്രയും, താഴെ ഈ 100 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കെന്താ, മുകളിൽ കിടക്കുന്ന ആ 0യെ താഴെ കിടക്കുന്ന 0 വെട്ടിക്കളയാം കണ്ടോ. അപ്പം നമുക്ക് ബാക്കി എന്തോ കിട്ടി, 2,500 × 2. 2,500 × 2 5,000 കേട്ടോ. അതൊക്കെ കാണാതറിയാമല്ലോ. 2,500 × 2 എന്ന് വെച്ചാൽ 5,000. അപ്പം നമുക്ക് എന്താ, ഇതിൻ്റെ യഥാർത്ഥ വില എത്രയായിരുന്നു നിങ്ങളെ, 25,000 രൂപയുടെ ഫോണിന് നമുക്ക് 5,000 രൂപ കിഴിവുണ്ട്. 25,000 രൂപയുടെ ഫോണിന് 5,000 രൂപ കിഴിവുണ്ടെന്ന് വെച്ചാൽ നമുക്കിനി എത്ര കൂടെ കൊടുത്താൽ മതി,
25,000 ഒന്നും തന്നെ അല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? ഓക്കെ, 25,000 നിന്ന് 5,000 പോയാൽ ബാക്കി 20,000 കേട്ടോ. ഞാൻ 2,000 എഴുതിയത്. 20,000 രൂപയാണ് കിഴിവ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കണേ കുഞ്ഞുങ്ങളെ, അത് തന്നെയാണോ? 25,000 നിന്ന് 5,000 പോയാൽ 20,000. 25,000 തന്നെ അല്ലായിരുന്നോ? 20,000 നിങ്ങൾ കേട്ടോ. 20,000 രൂപ ഫോണിന്. 5,000 ഓക്കെ കുഞ്ഞുങ്ങളെ, 20,000 രൂപയാണ്. 25,000 രൂപയ്ക്ക് ഫോണിന് 20,000 രൂപ കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് സ്മാർട്ട് വാച്ച് മേടിച്ചു. 12,000-ന്റെ 30%. റിഡക്ഷൻ ഈസ് 30% ഓഫ് 12,000. 12,000-ന്റെ എത്ര? 30%. അപ്പം 12,000 × 30/100 എന്ന് വെച്ചാൽ 100 ഈ 0 പോയി, ഇവിടെ ഒരു 0, ഈ 0 പോയി. ഇനി എത്രയൊക്കെ ഉണ്ടോ നിങ്ങളെ? 1,200 × 3. 1,200 × 3 എത്ര? 12 3 36. 3,600 രൂപയാണ് കേട്ടോ. 3,600 രൂപ. 1,200 × 3. ഈ 0 വെട്ടിപ്പോയി അറിയാണേ. മേളിൽ കിടക്കുന്ന 2 0-ഉം താഴെ 100-ന്റെ 2 0 വെട്ടിപ്പോയപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? 1,200 × 3 കേട്ടോ. 1,200 × 3 3,600 രൂപയാണ്. അപ്പോൾ ഇനി നമ്മുടെ യഥാർത്ഥ വില എത്രയായിരുന്നു? 12,000 രൂപയുടെ സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിന് എത്ര രൂപ റിഡക്ഷൻ ഉണ്ട് അല്ലെ കിഴിവുണ്ടായിരുന്നു? 3,600 രൂപ റിഡക്ഷൻ അല്ലെങ്കിൽ കിഴിവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര നിങ്ങളെ? 8,400 രൂപയാണ്. 8,400. 12,000 രൂപയുടെ ഫോണിന് 8,400 രൂപ നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ റിഡക്ഷൻ മനസ്സിലായോ നിങ്ങളെ? റിഡക്ഷൻ എന്ന് വെച്ചാൽ കുറയ്ക്കുക. യഥാർത്ഥ വിലയിൽ നിന്നും നമ്മൾ ആ റിഡക്ഷൻ കണ്ടുപിടിച്ച തുക കുറയ്ക്കുമ്പോഴാണ് യഥാർത്ഥ വില കിട്ടുന്നത് കേട്ടോ. നമ്മൾ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അത് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് പാർട്ട് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ. ഞാൻ പാർട്ട് 2 ഇടാം. ഇത് പാർട്ട് 1 ആണ്. മനസ്സിലായെങ്കിൽ പറയുക, ഞാൻ ബാക്കി ഇടാം കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? താങ്ക് യു നിങ്ങളെ, താങ്ക് യു.